ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കുക്കിംഗ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ലിവർ റോസ്റ്റാണ്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക ഞാനും എൻ്റെ ഫ്രണ്ടുമായിട്ട്. അപ്പം നമ്മൾ 3 ദിവസത്തെ ട്രിപ്പാണ്, 1-2 ദിവസമുള്ള ട്രിപ്പായിരിക്കും. അതിപ്പോൾ ടെൻ്റൊക്കെ എടുത്ത് അതിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അപ്പം കുക്കിംഗ് ഒക്കെ അവിടെ തന്നെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. ഈ കുക്കിങ്ങിൽ ഞാൻ എൻ്റെ വൈഫിനെയും കുഞ്ഞിനെയും ഉൾപ്പെടുത്തുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തന്നെ കിട്ടണം. കൊള്ളായാലും മോശമായാലും ക്രെഡിറ്റ് എനിക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒറ്റൊരു വാശിപ്പുറത്ത് ഞാൻ ചെയ്യുകയാണ്. നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഹായ് ഗായ്സ്, ഞാനിപ്പം ഓൾറെഡി ലിവറെല്ലാം കഴുകി അതിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് മല്ലിപ്പൊടി എന്നല്ല, ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി, ഇത് കുരുമുളക് പൊടി, ഇത് ഗരം മസാല, മഞ്ഞൾപ്പൊടി. ഇപ്പം ഞാൻ നിലവിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും എടുത്ത് ഈ ലിവറിൽ ജസ്റ്റ് ഒന്ന് കുഴച്ച് വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ലിവർ ആയതുകൊണ്ട് ഇച്ചിരി ഇതായിട്ടിരിക്കണമല്ലോ, അതുകൊണ്ട് ഇച്ചിരി ബാക്ടീരിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതാക്കി വെച്ചിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കും. നമുക്കിപ്പം അതിലോട്ട് പോവാം. വെളുത്തുള്ളി അരിയാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ വീഡിയോ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് അരിയണമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഇതൊക്കെ നോർമലി എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ്. ലിവർ ഫ്രൈ ഒക്കെ വെക്കുന്നതാണ്. ഞാനിപ്പോൾ സാധാ ആദ്യമായിട്ട് വെക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു ട്രെയിനിങ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ശ്രമിച്ചത്. ഇപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോഴേ എന്തായാലും ടെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യണമല്ലോ. ഇഞ്ചി ഇത്ര എടുക്കാവോ എന്നുള്ള സംശയമാണ്. എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരിത് എടുത്തിട്ടുള്ളത്. ഇതിനി ചെറുതായിട്ട് ഇങ്ങനെ അപ്പം ഗായ്സ്, ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് സവാള ചെറുതായിട്ട് അരിഞ്ഞ്, വെളുത്തുള്ളി ചെറുതായിട്ട് 3 അല്ലിയുണ്ട്. ഇത്രയും വേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. ഇത്രയും വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഞാൻ ഇത്രയേ എടുക്കുന്നുള്ളൂ. വെളുത്തുള്ളി ഇത്, പിന്നെ ഇഞ്ചി ഇഞ്ചി ഇത്രയും കൂടെ ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കുക്കിങ്ങിലോട്ട് പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് ഈ ലിവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നല്ല രീതിയിലൊന്ന് കഴുകണം ഒന്നും കൂടെ. ടോട്ടൽ ഓൾറെഡി ഞാൻ ഒരു 4-5 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകി ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ആ സമയത്ത് അത് കഴിഞ്ഞ് കുക്കിങ്ങിലോട്ട് പോകും കേട്ടോ. ഗായ്സ്, ഇനി അടുത്തതാ ഈ പാത്രത്തിൻ്റെ വെള്ളമെല്ലാം പോയി. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഇതിലോട്ടും ഒഴിക്കുകയാണ്. എണ്ണ ഇങ്ങനെ ഇച്ചിരി കൂടുതൽ ഒഴിക്കുക കേട്ടോ, സവാളയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പോൾ ഒരുപാട് ഒഴിച്ചെന്ന് തോന്നും, പക്ഷേ ഇത് ചെറിയൊരു ഹോളായെന്നാൽ അതിന് കുറച്ചായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞ ഉടനെ ഞാൻ സവാള ഇടുകയാണ്. എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ തീന്ന് കുറയ്ക്കുകയാണ്. ഒരു മിനിറ്റ്. ഓക്കെ, തീ കുറച്ചു. എന്നിട്ട് ഞാൻ സവാള ഇടാൻ പോവുകയാണ്.
പെട്ടെന്നൊന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് ഉപ്പ് തട്ടയാണ് കേട്ടോ. ഉപ്പ് അതിലോട്ട് ഇടുകയാണ്. അപ്പം പെട്ടെന്ന് സവാള മൂക്കും. ഞാനേ ഈ മൊബൈലിൻ്റെ ക്യാമറ കുറച്ച് മാറ്റി നിർത്തിയത്. കാരണം വെച്ച് കഴിഞ്ഞാലേ ഈ എണ്ണ ആയതുകൊണ്ട് ചിലപ്പം ക്യാമറയുടെ ലെൻസിലൊക്കെ വീഴുന്നാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ക്യാമറ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫാനിൻ്റെ സൗണ്ടും ഇച്ചിരി കൂടുതലാണ്. അതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ക്ലിയർ ആയിട്ട് കിട്ടുമെന്നല്ല, അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അരോചകമായിട്ടുള്ള ശബ്ദമായിരിക്കും. അപ്പം സവാള ഏതാണ്ടൊന്ന് മൂത്ത് തുടങ്ങി. ഈ മൂത്ത് തുടങ്ങിയ സവാളയിൽ ഞാൻ ഇനി അടുത്ത ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല, ഗരം മസാലയൊക്കെ കുറച്ച് മതി. ഒരു ചെറിയ ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, അതിൽ നിന്നും കുറച്ച് ഗരം മസാല, കുറച്ച് മുളക്, എടുക്കുകയാണ്. മുളകും ഇത്രയും മതി. ചെറിയ ടീസ്പൂൺ മുളക് എടുത്തു. ഒരു നുള്ള് മല്ലിപ്പൊടി ഇടുകയാണേ. ഒരു നുള്ള് മല്ലിപ്പൊടി, ഒരു നുള്ളെന്ന് പറയല്ല, ചെറുത് മല്ലിപ്പൊടി ഇത്രയും മതി. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കൊരു വിശ്വാസമാണ്, എന്തായാലും മോശമാവൂല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കുകയാണ്. ഒന്ന് എല്ലാം കൂടെ സെറ്റാക്കിയിട്ട് കുറച്ചും കൂടെ. സവാള ഓൾറെഡി മൂത്തു. കാരണം ഞാനേ ഇച്ചിരി തീ കൂട്ടിയാണ് ഇട്ടത്. അപ്പോൾ ഇച്ചിരി പെട്ടെന്ന് മൂത്ത്. സാധാരണ സവാളയൊക്കെ കുറച്ച് പതുക്കെ മൂക്കാറുള്ളൂ. മറ്റേ ഓൾറെഡി നമ്മൾ ഈ ലിവർ കഴുകുമ്പോഴേ ഓൾറെഡി വെള്ളം കാണും. അപ്പം അതുകൊണ്ട് വെള്ളമൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ ഇതൊന്ന് ഇച്ചിരി സെറ്റായി കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് പോവുകയാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു നിഗമനമാണ്, നേരെ ലിവർ അതിലോട്ട് ഇടാൻ പോവുകയാണ്. ഓൾറെഡി എല്ലാം മൂത്ത് കഴിഞ്ഞു. ഇച്ചിരി കൂടെ തീ സവാള ഒരു മഞ്ഞ കളർ, ചുവന്ന കളർ പോലെ ആയിട്ടുണ്ട്. കാരണം ലിവർ കുറച്ചേ ഉള്ളൂ. അത്രയ്ക്കുള്ളൂ. സവാളന് ഇതിനെ ധാരാളം. കണ്ടിട്ടൊരു ഗുമ്മില്ല. അതുകൊണ്ട് ഇച്ചിരി മുളക് പൊടി കൂടി ഇടുകയാണ് കേട്ടോ. ഇത് സാധാ മുളകാണ്. ചെറിയ മുളക് ഇടുകയാണ്. കൂടാതെ കുറച്ച് ഉപ്പും ഇത്രയും മതി. ഉപ്പൊക്കെ എന്നല്ലേ നമുക്ക് പിന്നെയും ഇടാൻ പറ്റും. ഇപ്പം ലിവർ ഇനി ഇരുന്ന് വെന്തോളും. അതിന് കൂട്ടത്തിൽ വെച്ച് ഞാൻ വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിക്കാം, ഒന്ന് വേവാൻ വേണ്ടിയിട്ടേ. വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കുകയാണ്. അയ്യോ, മെയിൻ സംഭവം ഇടാൻ മറന്നു. വെളുത്തുള്ളിയും ഇഞ്ചി കുഴപ്പമില്ല, വരട്ടി സെറ്റാക്കിക്കോളാം. അതെ ഗായ്സ്, ഒരു സംഭവം രണ്ടെണ്ണം ഇടാൻ മറന്നുപോയി. വെളുത്തുള്ളിയും ഇഞ്ചി ഇടാൻ മറന്നുപോയി. അത് ആ സവാള കൂടെ ഒന്ന് മൂപ്പിക്കേണ്ടതാണ്. പക്ഷേ അത് കൂട്ടത്തിട്ടു. കുഴപ്പമില്ല, എന്നാലും വെന്ത് സെറ്റാവും.
അപ്പം ഞാൻ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഈ വെളുത്തുള്ളിയും ഈ ഇഞ്ചിയും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിടാനുള്ള ഒരു പരിപാടിയായിരുന്നു. കൂട്ടത്തിൽ മറന്നുപോയി ഇടാൻ. തുടക്കക്കാരനായിട്ട് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാനത് ഓൾറെഡി ആദ്യമേ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഞാൻ പാചകം ചെയ്യുന്നത്. വെളുത്തുള്ളി ഇഞ്ചി സൈഡിൽ കാര്യം മറന്നുപോയി. ഞാൻ ഫുൾ ഈ ലിവറിലോട്ടാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഞാനും കുഴപ്പമൊന്നുമില്ല. അവസാനം ഞാൻ ഇതാക്കി എടുക്കും. കുറച്ച് നേരത്തേക്ക് ഞാൻ അടച്ചു വെക്കുകയാണ് കേട്ടോ ഗൈസ്. ഹായ് ഗൈസ്, അങ്ങനെ ഓൾമോസ്റ്റ് ലിവർ റോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഈ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ വൈഫിനെയും കുട്ടിയെയും ഒന്നും കൊണ്ട് നിർത്തിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഞാൻ തന്നെ ഏറ്റെടുക്കണം എന്നുള്ള ഒറ്റൊരു ദുരുദ്ദേശത്തിലാൽ ഞാനിതങ്ങ് അവരെ ഒന്നും ഇതിൻ്റെ ഇടയ്ക്ക് അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനുള്ളൊരു അബദ്ധവും കിട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ സവാള വരട്ടുന്ന സമയത്ത് ഇടേണ്ട സാധനം ഞാൻ ഏറ്റവും ലാസ്റ്റ് ലിവറെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് റെഡിയായി. ഞാൻ ഓഫ് ചെയ്യാണ്, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഞാൻ വേറെ ഒരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ഞാൻ കാണിക്കാവേ. ഹായ് ഗൈസ്, അങ്ങനെ എൻ്റെ ലിവർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവോ കൊള്ളില്ല. എൻ്റെ ഫസ്റ്റ് ആയിട്ട് ഞാൻ കുക്കിംഗ് ചെയ്യുന്നതാണ്. ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ. കുഴപ്പമില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയണമെങ്കിൽ ചെറിയൊരു ഉപ്പ് ഇച്ചിരി കൂടുതലുണ്ട്. ചെറിയൊരു ഉപ്പ്, ചെറിയ രീതിയിൽ. പക്ഷേ അത് ചോറിൻ്റെ കൂടെ റെഡിയാവുന്ന എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ കുരുമുളക് ഇതിലധികം ഇട്ടില്ല. കുരുമുളക് ഇടാൻ ശ്രമിച്ചതുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മുളക് നല്ല ഹോട്ടായിട്ടുള്ള മുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ കുരുമുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല. കുഴപ്പമില്ല, ചെറിയ രീതിയിൽ ഉപ്പുണ്ട്. സത്യസന്ധമായി ഞാൻ പറയുന്നത് ചെറിയ രീതിയിലൊരു ഉപ്പുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതെന്തായാലും കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. ഓക്കെ, ബൈ.